ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്കൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈ ഗ്രാഫിൻ്റെ ഏത് പോർഷനാണ് യൂണിഫോം റിട്ടാർഡേഷൻ മോഷനെ കാണിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ ഈ ഓരോ പോർഷനും അനലൈസ് ചെയ്യാം. ആദ്യം 0 to 2 സെക്കൻഡ്, അതായത് OA എന്ന് പറയുന്ന പോർഷൻ അനലൈസ് ചെയ്യുന്നു. 0 സെക്കൻഡിൽ വെലോസിറ്റി 0 ആണ്. 2 സെക്കൻഡ് ആവുമ്പോൾ വസ്തുവിൻ്റെ വെലോസിറ്റി 6 മീറ്റർ ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, എങ്ങനെ ഇൻക്രീസ് ചെയ്തു? ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് ആക്സലറേഷൻ ഉണ്ട്, അതായത് ആക്സലറേഷൻ ഈസ് യൂണിഫോം. സോ OA പോർഷൻ റെപ്രസെൻറ്റ്സ് യൂണിഫോം ആക്സലറേഷൻ. ശരിയല്ലേ? ഇനി രണ്ടാമത്തെ പോർഷൻ AB എന്ന പോർഷൻ അനലൈസ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും 2 സെക്കൻഡിൽ വെലോസിറ്റി 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 7 സെക്കൻഡ് ആവുന്നത് വരെ വെലോസിറ്റി എത്ര തന്നെയാണ്? 6 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി മാറുന്നില്ല, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. സോ ഇറ്റ് റെപ്രസെൻറ്റ്സ് യൂണിഫോം മോഷൻ. ദാറ്റ് മീൻസ് മോഷൻ, ദാറ്റ് മീൻസ് അടുത്തതാണ് BC. ഓക്കെ, BC എന്ന് പറയുന്ന പോർഷൻ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം 7 സെക്കൻഡിൽ വെലോസിറ്റി 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പിന്നീട് സമയം കഴിയുന്തോറും വെലോസിറ്റി എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി എത്രയായി മാറി? 0 ആയി മാറി, അല്ലേ? എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കുറയുന്നു. എങ്ങനെ കുറയുന്നു? ലീനിയർ ആയിട്ട് കുറയുന്നു. വെലോസിറ്റി കുറയുമ്പോൾ അതിന് റിട്ടാർഡേഷൻ ആണുള്ളത്. ഓക്കെ, ലീനിയറായി കുറയുന്നതുകൊണ്ട് അതിൻ്റെ റിട്ടാർഡേഷൻ എന്താണ്? യൂണിഫോം ആണ്. സോ ഇറ്റ് ഈസ് യൂണിഫോം റിട്ടാർഡേഷൻ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏത് പോർഷനാണ് റിട്ടാർഡഡ് മോഷൻ എന്നാണ്. സോ BC. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനാണ്. 2 സെക്കൻഡ് മുതൽ 7 സെക്കൻഡ് വരെ. ഓക്കെ, അപ്പോൾ 2 സെക്കൻഡ് മുതൽ 7 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ശരിയല്ലേ? അപ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, ഇപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഈ ഷെയ്ഡഡ് പോർഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു റെക്ടാങ്കിൾ ആണ്. റെക്ടാങ്കിളിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഓക്കെ, സോ ഹിയർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്, ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ ആക്സിസ്, അതായത് ടൈം ആക്സിസ്. സോ ഇറ്റ് ഈസ് 7 - 2 5. അടുത്തത് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആണ്. സോ വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി ആക്സിസ് നിങ്ങൾക്ക് കിട്ടുന്നത് 6 - 0, ദാറ്റ് ഈസ് 6. സോ ദ ആൻസർ ഈസ് 30 മീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒരു വസ്തുവിനെ h ഹൈറ്റ് മുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? താഴോട്ടേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ, ആ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അത് താഴെ എത്താൻ എടുക്കുന്ന ടൈം എത്രയാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. ശരിയല്ലേ? കൂടാതെ ഞാൻ ഡൗൺവേർഡ് ഡയറക്ഷൻ പോസിറ്റീവ് ഡയറക്ഷൻ ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷൻ മെഷർ ചെയ്യുന്ന എല്ലാ ക്വാണ്ടിറ്റീസും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ വസ്തുവിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ്? താഴോട്ടേക്കാണ്. ആൻഡ് ദാറ്റ് ഈസ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത് താഴോട്ടേക്ക് ആയതുകൊണ്ട് നമുക്ക് പറയാം പോസിറ്റീവ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എല്ലായ്പ്പോഴും മെഷർ ചെയ്യുന്നത് ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ ആണ്. ഓക്കെ, ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾസോ ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. സോ ദ ഡിസ്പ്ലേസ്മെന്റ് S ഈസ് ഓൾസോ പോസിറ്റീവ്. ഓക്കെ, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് അറിയാം, ആക്സലറേഷൻ അറിയാം, ഇനീഷ്യൽ വെലോസിറ്റി അറിയാം. സോ വി ക്യാൻ യൂസ് ദ ഇക്വേഷൻ S ഈസ് ഈക്വൽ ടു ut പ്ലസ് ½ AT സ്ക്വയർ. ശരിയല്ലേ? ഇവിടെ S എന്ന് പറയുന്നത് h ആണ്. U 0 ആയതുകൊണ്ട് ഫസ്റ്റ് ടേം 0 ആയി. സെക്കൻഡ് ടേം ½ ആക്സലറേഷൻ പ്ലസ് G ആണ് ഇൻറ്റു T സ്ക്വയർ. ഇത് സോൾവ് ചെയ്ത് നമുക്ക് കിട്ടുക T ഈസ് ഈക്വൽ ടു √2h/g. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അതിൽ ഫസ്റ്റ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഈ മോഷൻ, അതായത് ഈ ഗ്രാഫ് ഏത് ടൈപ്പ്, ഇതിൽ ഫസ്റ്റ് പോർഷൻ ചോദിച്ചിരിക്കുന്നത് ഈ ഗ്രാഫ് ഏത് ടൈപ്പ് മോഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഗ്രാഫ് അനലൈസ് ചെയ്താൽ കാണാൻ പറ്റുന്നത് ടൈം 0 ആയിരിക്കുമ്പോൾ വെലോസിറ്റി 0 ആണ്.
ടൈം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ശരിയല്ലേ? എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു? ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. സോ വി ക്യാൻ സേ ഇറ്റ് ഈസ് ആക്സലറേറ്റഡ് മോഷൻ. വെലോസിറ്റി ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് റെപ്രസെന്റ് യൂണിഫോം ആക്സലറേഷൻ. ശരിയല്ലേ? ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഈ ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ ഡിറൈവ് ചെയ്യാനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഈ ഗ്രാഫിൽ 2 പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നു. ഒന്ന് എ, അടുത്തത് ബി. ഓക്കെ, ബിയിൽ നിന്ന് നമ്മൾ 2 വെർട്ടിക്കൽ ലൈൻ വരക്കുന്നു. ഒന്ന് ടൈം ആക്സിലേക്കും പിന്നെ ഒന്ന് വെലോസിറ്റി ആക്സിലേക്കും. ഓക്കെ, ടൈം ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ ടി എന്ന് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ദ പോയിന്റ് ഈസ് സി ആൻഡ് ദ ടൈം ഈസ് ടി. എ എന്ന പോയിന്റിൽ ടൈം എത്രയാണ്? 0 ആണ്. അതേ പോയിന്റിൽ ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് 0 ആണ്. ആൻഡ് ദിസ് പോയിന്റ് റെപ്രസെന്റ് ദ വെലോസിറ്റി വി. ഓക്കെ, നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. ശരിയല്ലേ? ഓക്കെ, ഇവിടെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതൊരു ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് പറയാം ഏരിയ ഈസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബേസ്. ഇതാണ് ബേസ്. ബേസ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ആക്സിസ്, ദാറ്റ് ഈസ് ടി മൈനസ് 0 ടി. ഓക്കെ, ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഹൈറ്റ്, അത് വെർട്ടിക്കൽ ആക്സിസ് ആണ്. ദാറ്റ് ഈസ് വെർട്ടിക്കൽ ആക്സിസ് നിങ്ങൾക്ക് കിട്ടുന്നത് വി മൈനസ് 0 വി ആണ്. സോ ഇറ്റ് ഈസ് വി ടി ഡിവൈഡഡ് ബൈ 2. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ മാറ്റി എഴുതാം. ഇതിനൊരു ആക്സലറേഷൻ ഉണ്ട്, അതുകൊണ്ട് വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് വി ഈക്വൽ ടു എ ടി എന്ന് കിട്ടും. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ കിട്ടിയ ഇക്വേഷനിൽ കൊടുത്താൽ എസ് ഈസ് ഈക്വൽ ടു എന്തെഴുതാം? എ ടി ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഹാഫ് എ ടി സ്ക്വയർ. ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയും എഴുതാം. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നിരിക്കുന്നത് വെലോസിറ്റിയുടെയും സ്പീഡിൻ്റെയും റേഷ്യോ എന്താണ്? ഓക്കെ, അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി ഡിവൈഡഡ് ബൈ സ്പീഡ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈമാണ്. ശരിയല്ലേ? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈമാണ്. ഓക്കെ, ടൈമും ക്യാൻസൽ ചെയ്യാം. സോ വി വിൽ ഗെറ്റ് ദ ആൻസർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്. ശരിയല്ലേ? ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും ഈക്വൽ ആവാം അല്ലേ? എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, അതായത് 1 ഡയമെൻഷണൽ മോഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം അതെന്താണ്? ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ആണ്. ബാക്കിയുള്ള എല്ലാ കേസിലും ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസിനേക്കാൾ എന്താണ്? കുറവാണ്. ശരിയല്ലേ? ഈ ഒരു ഐഡിയ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്താൽ കിട്ടുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ വെലോസിറ്റി ഡിവൈഡ് ബൈ സ്പീഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ ദിസ് ഈസ് ദ ആൻസർ. മനസ്സിലായല്ലോ? നേരെ മറിച്ച് സ്പീഡ് ഡിവൈഡ് ബൈ വെലോസിറ്റി ആണ് ചോദിച്ചതെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 2 ഗ്രാഫുകളാണ്. ഓക്കെ, ഒരു ഗ്രാഫ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫാണ് ആൻഡ് ദാറ്റ് ഗ്രാഫ് ഈസ് ഫോർ റണ്ണർ എ. അടുത്ത ഗ്രാഫ് വന്നിരിക്കുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്, ദാറ്റ് ഈസ് ഫോർ റണ്ണർ ബി. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ റണ്ണർ എയുടെ മോഷൻ ഏത് ടൈപ്പാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ദിസ് ഈസ് ഫോർ റണ്ണർ എ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. മനസ്സിലായോ? ആൻഡ് ദിസ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ടൈം ആക്സിസ്. ശരിയല്ലേ? കൂടാതെ ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ കുറവാണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതിന്റെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് പോസിറ്റീവ് ആണ്. സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് അത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ആൻഡ് ദ സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഗിവ്സ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി എന്താണ്? പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് യൂണിഫോം മോഷൻ. സോ ദ ആൻസർ ഈസ് യൂണിഫോം മോഷൻ. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും ടൈമും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് ഫോർ ദ റണ്ണർ എ. ഓക്കെ, നമുക്കറിയാം
ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫാണ് ആവശ്യമായി വരുന്നത്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് ഫോർ ദ റണ്ണർ എ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കണം. ഓക്കെ, അപ്പം ഞാനിവിടെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുകയാണ്. ദിസ് ഈസ് വെലോസിറ്റി ആൻഡ് ദിസ് ഈസ് ടൈം. നമുക്ക് മനസ്സിലായി ഇത് യൂണിഫോം മോഷൻ ആണ്. ഓക്കെ, യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് വരിക, ശരിയല്ലേ? ഓക്കെ, ഈ ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഇപ്പം ഞാനിവിടെ ഒരു പോയിന്റ് എടുക്കുന്നു, ഇത് എ, ഇത് ബി, ഇവിടെ താഴോട്ടേക്ക് ഒരു ലൈൻ വരച്ചു, ആൻഡ് ദിസ് ഈസ് സി, ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ദ ടൈം ഈസ് ടി, ആൻഡ് ഹിയർ ദിസ് പോയിന്റ് ഈസ് ടേക്കൺ as d. At this point time is equal to 0, and this gives velocity. I am taking this velocity is v. Okay, അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഈക്വൽ ടു ദ ഏരിയ. അപ്പോൾ നമ്മൾ ഈ പോർഷന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പറയാം ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ വി ടി ഗ്രാഫ്, ശരിയല്ലേ? ഇനി ഇത് ഒരു റെക്ടാംഗിൾ ആയതുകൊണ്ട് ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ എൽ ഇൻറ്റു ബി. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ടൈം ആക്സിസ്, ദാറ്റ് ഈസ് ടി മൈനസ് 0, ദാറ്റ് ഈസ് ടി, ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആക്സിസ് ആണ്. വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആക്സിസ്, ദാറ്റ് ഈസ് വി മൈനസ് 0, ദാറ്റ് ഈസ് വി. സോ ദ ആൻസർ ഈസ് വി ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അനലൈസ് ദ ടു ഗ്രാഫ്സ് വിച്ച് റണ്ണർ വിൽ വിൻ ദ റേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഇത് ഫോർ റണ്ണർ എ ആൻഡ് ദിസ് വൺ ഫോർ റണ്ണർ ബി. ഇത് നമ്മൾ പഠിച്ചു, ഇതെന്ത് മോഷനാണ്? യൂണിഫോം മോഷനാണ്. ദാറ്റ് ഈസ് വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. സോ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 0. ഈ ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഇതിൻ്റെ ഗ്രാഫ്, ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ ആംഗിൾ 90 ഡിഗ്രിയൊക്കെ കുറവായതുകൊണ്ട് സ്ലോപ്പ് ഈസ് പോസിറ്റീവ് കോൺസ്റ്റന്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് എൻ ആക്സലറേഷൻ. ഓക്കെ, ഇതിനൊരു ആക്സലറേഷൻ ഉണ്ട്, ആ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് റണ്ണർ എ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു, റണ്ണർ ബി കോൺസ്റ്റന്റ് ആക്സലറേഷനിൽ മൂവ് ചെയ്യുന്നു. അതുകൊണ്ട് ബിയുടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും, എയുടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ഇവിടെ വിൻ ചെയ്യാൻ ചാൻസ് കൂടുതൽ ആരാണ്? ബി ആണ്. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്കൊരു പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് 2 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെയുള്ള സമയത്ത് അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതാണ് 2 സെക്കൻഡ്, ഇത് 3 സെക്കൻഡ്. ഓക്കെ, ദിസ് ഈസ് ദ ഇനീഷ്യൽ ടൈം T1, ദിസ് ഈസ് ദ ഫൈനൽ ടൈം T2. T1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ എത്രയാണ്? 10 ആണ്. സോ ഐ ക്യാൻ ടേക്ക് ഇറ്റ് ആസ് x1. T2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ 30 ആണ്. ഇറ്റ് ഈസ് ടേക്കൺ ആസ് x2. ആൻഡ് വി നോ ദാറ്റ് വെലോസിറ്റി ഈസ് ഗിവൺ ബൈ ദ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ്, ശരിയല്ലേ? So we can write velocity is equal to x2 minus x1 divided by t2 minus t1, displacement divided by time. Okay, that is here x2 is 30, x1 is 10, t2 is 3, t1 is 2, that is 20 meter per second. So this is the answer to the first question. Okay, question A. അടുത്തത് B question. അവിടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ടി ക്യൂബിന് പ്രൊപ്പോർഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ ടൈമിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ടി ക്യൂബിന് പ്രൊപ്പോർഷനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി ക്യാൻ റീറൈറ്റ് ആസ് എസ് ഈസ് ഈക്വൽ ടു കെ ടി ക്യൂബ്, വെർ കെ ഈസ് എ കോൺസ്റ്റന്റ്. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെലോസിറ്റി കിട്ടും. സോ വി ഈക്വൽ ടു ഡി എസ് ബൈ ഡി ടി. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കെ ഇൻറ്റു ടി ക്യൂബിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുക 3t സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3kt സ്ക്വയർ. ഇതാണ് വെലോസിറ്റി. ഓക്കെ, ഇനി വെലോസിറ്റിയെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് ആക്സലറേഷൻ കിട്ടും. സോ എ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 3 ഇൻറ്റു കെ കോൺസ്റ്റന്റ് ആണ്. ടി സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 2t. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 6kt, where 6 and k are constant. So acceleration is proportional to t. ഓക്കെ, ഇത് നമുക്ക് മനസ്സിലാക്കാം as the time increases acceleration increases, ശരിയല്ലേ? ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഏവറേജ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. സോ നമുക്കറിയാം ഏവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ആണ്. ഓക്കെ, ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓൾസോ ലാർജ്. ഓക്കെ, ആൻഡ് ടൈം ഈസ് ഓൾസോ ലാർജ്. Okay, that means average velocity is the
ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. അവിടെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ലാർജ് ഇന്റർവെൽ ഓഫ് ടൈം ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റും അതുകൊണ്ട് തന്നെ ലാർജ് ആണ്. ഇനി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലിമിറ്റിംഗ് കേസ് ഓഫ് ആവറേജ് വെലോസിറ്റി. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0 ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. ഓക്കെ, അതായത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി തന്നെയാണ്. ബട്ട് ദർ ഈസ് എ ചേഞ്ച്. എന്താണ് അവിടെയുള്ള പ്രത്യേകത? എന്താണ്? ദർ ഈസ് എ കണ്ടീഷൻ. എന്താണ്? ടൈം ഇന്റർവെൽ ഈസ് വെരി സ്മോൾ. ഓക്കെ, since the time interval is very small, displacement is also very small. മനസ്സിലായല്ലോ? ഇതാണ് ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചത് ഏത് കേസിലാണ് ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ഈക്വൽ ആവുന്നത്? ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് യൂണിഫോം മോഷൻ ആവറേജ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആർ ഈക്വൽ. കാരണം എന്തുകൊണ്ടാണ്? യൂണിഫോം മോഷനിൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, കോൺസ്റ്റന്റ് ഇൻ ഓൾ, കോൺസ്റ്റന്റ് ഡ്യൂറിങ് ദ ഹോൾ ടൈം. ഓക്കെ, അതുകൊണ്ട് യൂണിഫോം മോഷനിലെ ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ഈക്വൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ബോഡി എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, എയിൽ നിന്ന് മൂവ് ചെയ്യുന്ന വെലോസിറ്റി v1 ഈസ് ഈക്വൽ ടു 60 km/h ആണ്. ഓക്കെ, അതിനുശേഷം അത് ബിയിൽ നിന്ന് എയിലേക്ക് മൂവ് ചെയ്യുന്നു ആൻഡ് ദ വെലോസിറ്റി ഈസ് ഗിവൺ ആസ് 90 km/h. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള കേസിൽ ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് വെലോസിറ്റി ആണ്. നമുക്കറിയാം ആവറേജ് വെലോസിറ്റി മീൻസ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ഇവിടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് കാണണമെങ്കിൽ ഇനീഷ്യൽ പൊസിഷൻ അറിയണം. ഇനീഷ്യൽ പൊസിഷൻ ഈസ് എ ആൻഡ് ഫൈനലി ഇറ്റ് റിട്ടേൺസ് ടു വാട്ട്? Returns to the point A. So final position is also A. So the total displacement is 0. So the answer is 0. Okay. അടുത്തത് ആവറേജ് സ്പീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആവറേജ് സ്പീഡ് മീൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ആദ്യം വസ്തു എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിക്കുന്നു. ഓക്കെ, അപ്പോൾ സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റ് എസ് ആണെന്ന് വിചാരിക്കൂ. അതിനുശേഷം ബിയിൽ നിന്ന് എയിലേക്ക് സഞ്ചരിക്കുന്നു. അപ്പോഴും അത് സഞ്ചരിക്കുന്നത് എത്ര തന്നെയാണ്? എസ് തന്നെയാണ്. സോ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് എസ് പ്ലസ് എസ് 2s ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം എത്രയാണ്? എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിക്കാൻ എടുക്കുന്ന ടൈം t1, ബിയിൽ നിന്ന് എയിലേക്ക് സഞ്ചരിക്കാൻ എടുക്കുന്ന ടൈം t2. അങ്ങനെയാണെങ്കിൽ ഇവിടെ t1 പ്ലസ് t2 എന്ന് എഴുതാം. ഓക്കെ, പക്ഷെ ഇവിടെ ടൈം തന്നിട്ടില്ല. So we know that time is equal to displacement divided by speed, that is s by v. അതുകൊണ്ട് t1 is equal to s by v1 എന്ന് എടുക്കാം. t2 is equal to s by v2 എന്ന് എടുക്കാം. Okay, so this is equal to 2s divided by s by v1 plus s by v2. Okay, ഇതിനെ മാറ്റി എഴുതിയാൽ നമുക്ക് 2s divided by എസ് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ബാക്കി 1/v1 പ്ലസ് 1/v2 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ എസ് എസ് ക്യാൻസൽ ചെയ്യാം. സോ ദ ആൻസർ ഈസ് 2 ഡിവൈഡഡ് ബൈ ഇവിടെ v1 ഇൻറ്റു v2 LCM ആയിട്ട് എടുത്താൽ മുകളിൽ v1 പ്ലസ് v2 എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് v1 ഇൻറ്റു v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. ഓക്കെ, ഇനി ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ വി വിൽ ഗെറ്റ് ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 60 ഇൻറ്റു 90 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2 ദാറ്റ് ഈസ് 150. When you are solving you will get this is equal to 72 km/h. മനസ്സിലായില്ലേ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ തന്നത് ആക്സലറേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അത് ആക്സലറേഷൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. ഓക്കെ, നമുക്കറിയാം. ഇനി അതിൽ ഒന്നാമത്തെ പാർട്ട് ഇതാണ്. ഈസ് ഇറ്റ് പോസിബിൾ ഫോർ എ ബോഡി ഹാവ് ആക്സലറേഷൻ വിത്തൗട്ട് വെലോസിറ്റി? അതായത് വെലോസിറ്റി ഇല്ലെങ്കിലും ഒരു ബോഡിക്ക് ആക്സലറേഷൻ ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. നമുക്കറിയാം ആക്സലറേഷൻ ഉണ്ടാവും. യെസ്. ഓക്കെ, അതിന് പോസിബിൾ ആയിട്ടുള്ള കേസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു വസ്തുവിന് മുകളിലേക്ക് എറിഞ്ഞാൽ അറ്റ് മാക്സിമം ഹൈറ്റ് the velocity of the body is 0 and it has an acceleration a is equal to g.
that is acceleration due to gravity, but it is in downward direction, so it is minus g. Okay. Another question, draw the velocity time graph of a body moving with the uniform acceleration a and initial velocity v0. അതായത് വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാനാണ് പറഞ്ഞത്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്, ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വിത്ത് പോസിറ്റീവ് സ്ലോപ്പ് അല്ലേ. ഞാനതിൻ്റെ ഗ്രാഫ് വരക്കാം. ഇപ്പോൾ ഇവിടെയുള്ള കേസിൽ ഇനീഷ്യൽ വെലോസിറ്റി v0 ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് പോസിറ്റീവ് സ്ലോപ്പ്. സോ ദ ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് ബൈ യൂസിങ് ദ എബോവ് ഗ്രാഫ്. അപ്പോൾ നേരത്തെ അതേ ഗ്രാഫ് തന്നെ വേണം. സോ ഐ ആം ഡ്രോയിങ് ദ ഗ്രാഫ് അഗെയിൻ. സോ ദിസ് ഈസ് ദ ഗ്രാഫ്. ഓക്കെ, ദിസ് ഈസ് v0. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. സോ ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് ബി. ബിയിൽ നിന്ന് ഞാനൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചു ആൻഡ് ടച്ചിങ് ദ പോയിന്റ് സി. ഞങ്ങളുടെ ടൈം ഈസ് ടി. എയിൽ നിന്ന് വരക്കുന്നു. സോ ഇറ്റ് ഈസ് ടച്ചിങ് ദ പോയിന്റ് 0. ബിയിൽ നിന്ന് വെലോസിറ്റി ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരക്കും. സോ ദിസ് ഈസ് ബി. ഇവിടെ ഞാൻ വീണ്ടും ഒരു പെർപെൻഡിക്കുലർ വരക്കുന്നു. ഓക്കെ, നമുക്ക് വേണ്ടത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക? അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. സോ ദിസ് ഈസ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. ശരിയല്ലേ? എസ് ഈസ് ഈക്വൽ ടു, ഇവിടെ എത്ര ഫിഗർ കാണാം? 2 ഫിഗറുകൾ അല്ലേ. ഇത് 1, ദാറ്റ് ഈസ് ഏരിയ. ഇത് A1, ഇത് A2, ദാറ്റ് ഈസ് റെക്റ്റാങ്കിൾ ആണ് അല്ലേ. സോ A1 പ്ലസ് A2 എന്ന് എടുക്കാം. A1 എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ആണ്, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. A2 എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ L ഇൻറ്റു ബി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ ബേസ്, ഇതാണ് ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലേ ട്രയാങ്കിളിൻ്റെ. അപ്പോൾ ഇവിടെ ബേസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. ഹൊറിസോണ്ടൽ ആക്സിൽ നിങ്ങൾക്ക് കിട്ടുന്നത് t-0 ആണ് അല്ലേ. സോ എസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസിൻ്റെ സ്ഥാനത്ത് ടി കൊടുക്കാം. ഹൈറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈൻ ആണ് അല്ലേ. വെർട്ടിക്കൽ ലൈൻ ഇതാണ് വെർട്ടിക്കൽ ലൈൻ. അപ്പോൾ അത് വെർട്ടിക്കൽ ആക്സിസ്, ദാറ്റ് ഈസ് വെലോസിറ്റി ആക്സിസ്, ദാറ്റ് ഈസ് v മൈനസ് v0 പ്ലസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇതിൻ്റെ ലെങ്ത് അല്ലേ. അതായത് എത്ര? t-0, ദാറ്റ് ഈസ് ടി ഇൻറ്റു ബ്രെഡ്ത്ത്. ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ഇതാണ് ഈ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് വെർട്ടിക്കൽ ആക്സിസ്, ദാറ്റ് ഈസ് ദിസ് വൺ, that is v0 minus 0, that is v0. So S is equal to v0 t plus half into v minus v0 into t എന്ന് കിട്ടും അല്ലേ. ഇനി ഇതിലൊരു ആക്സലറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ ഇക്വേഷൻ? v ഈക്വൽ ടു u പ്ലസ് at അല്ലേ. ദാറ്റ് ഈസ് v ഈസ് ഈക്വൽ ടു v0 പ്ലസ് at അല്ലേ. ദാറ്റ് ഈസ് ഇതിനെ മാറ്റിയത് at ഈസ് ഈക്വൽ ടു v മൈനസ് v0 എന്ന് കിട്ടും. അത് നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ S is equal to v0 t plus half into v minus v0 എന്ന് പറയുന്നത് എത്രയാണ്? 80 ആണ്. സോ 80 into t. So S is equal to v0 t plus half 80 square. So this is the answer. Okay. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്കൊരു ആക്സലറേഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാനാണ് അല്ലേ. ഇവിടെയുള്ള കേസിൽ ആക്സലറേഷൻ എന്താണ്? ആക്സലറേഷൻ എല്ലാ സമയത്തും സെയിം ആണ്. ദാറ്റ് ഈസ് ആക്സലറേഷൻ ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് ഈസ് എ പോസിറ്റീവ് ആക്സിസ്. സോ ദ ആക്സലറേഷൻ ഈസ് എ പോസിറ്റീവ് കോൺസ്റ്റന്റ്. ശരിയല്ലേ? അപ്പോൾ ആക്സലറേഷൻ പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കണം. സോ ദിസ് ഈസ് വെലോസിറ്റി ആൻഡ് ദിസ് ഈസ് ടൈം. നമുക്കറിയാം ആക്സലറേഷൻ പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് പോസിറ്റീവ് സ്ലോപ്പ്. സോ ദിസ് ഈസ് ദ ഗ്രാഫ്. ഓക്കെ, അടുത്ത ചോദ്യം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഡസ് ദ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെൻറ്റ്സ്. ഏരിയ എന്ത് തരുന്ന പഠിച്ചത്? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെന്റ്. സോ ദ സെക്കൻഡ് ആൻസർ ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് arrive at a relation connecting velocity and time for uniformly accelerated motion. യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ്റെ കേസിൽ വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കറിയാം ആക്സലറേഷൻ ഈസ് ഗിവൺ ബൈ v മൈനസ് യു ഡിവൈഡ് ബൈ ടി. ശരിയല്ലേ? സോ v മൈനസ് യു ഈസ് ഈക്വൽ ടു a ഇൻറ്റു ടി. സോ v ഈസ് ഈക്വൽ ടു u പ്ലസ് a ടി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അതല്ലെങ്കിൽ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം, ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. പക്ഷേ ഏറ്റവും എളുപ്പം ഇതാണ്. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു സ്കൂൾ ബസ് എന്ത് ചെയ്യുന്നു, ഒ എന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് ഈസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, എന്നിട്ട് ഒരു ഫിഗർ തന്നിട്ടുണ്ട്, അതിന് താഴെ ഒരു ടേബുലർ കോളം തന്നിട്ടുണ്ട്. ടേബുലർ കോളത്തിൽ ടൈം തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ പോയിന്റ് ഒ തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, അതിന് ഫസ്റ്റത്തെ കേസിൽ ഫസ്റ്റത്തെ ഇതിൽ തന്നിരിക്കുന്നത് 2 സെക്കൻഡ് ആണ്, ഡിസ്പ്ലേസ്മെന്റ് 10 ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എത്രയാണ്? അപ്പോൾ നമുക്ക് നോക്കാം, 2 സെക്കൻഡ് അല്ലേ, 2 സെക്കൻഡ്, ഇതാണ് ആ 2 സെക്കൻഡ്, ഇതാണ് ആ 2 സെക്കൻഡ് അല്ലേ. ആ 2 സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെന്റ് ഇതാണ്. ഓക്കെ, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ 10 മൈനസ് 0 10. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എത്രയാണെന്ന ചോദ്യം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം. ഇവിടെ തന്നിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് 10 ആണ്, ടൈം 2 ആണ്. സോ ദ ആൻസർ ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ശരിയല്ലേ? അടുത്തതിൽ തന്നിരിക്കുന്നത് ടൈം 10 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഇപ്പോൾ ടൈം 10 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആ 10 സെക്കൻഡ് അല്ലേ, ഇതാണ് 10 സെക്കൻഡ്. ആ 10 സെക്കൻഡ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ ഇതാണ്, 50 ആണ്. ഇനീഷ്യൽ പൊസിഷൻ ഇതാണ്. സോ ദിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 50 മൈനസ് 0. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 50 മീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഈസ് ദ മോഷൻ ഓഫ് ദ ബസ് ഈസ് യൂണിഫോം ഓർ നോൺ യൂണിഫോം, ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പറഞ്ഞത് ഇത് യൂണിഫോം മോഷനാണോ നോൺ യൂണിഫോം മോഷനാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നോക്കുക, 0 to 2 സെക്കൻഡ് എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്? 10 മീറ്റർ അല്ലേ. 2 to 4 സെക്കൻഡ് എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്? ദാറ്റ് ഈസ് 20 മൈനസ് 10 10 മീറ്റർ. 2 to 6 സെക്കൻഡ് എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്? 30 മൈനസ് 20 അഗെയിൻ 10 മീറ്റർ. 6 to 8 സെക്കൻഡ് എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്? 10 മീറ്റർ. That means equal interval of time, equal displacement, so it is a uniform motion. ഓക്കെ അല്ലേ? അടുത്തത് നിങ്ങളോട് പറഞ്ഞത് ഇതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരക്കാനാണ് പറഞ്ഞത്. സോ വി ക്യാൻ ഡ്രോ ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഹിയർ. ഓക്കെ, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് മാർക്ക് ചെയ്യാം, ദാറ്റ് ഈസ് എക്സ് പൊസിഷൻ കോർഡിനേറ്റ്. ഇവിടെ ടൈം നമുക്കിവിടെ 0 2 4 6 8 എന്ന് കൊടുക്കാം. 0 ടൈമിൽ പൊസിഷൻ 0 തന്നെ. 2 സെക്കൻഡിൽ എത്രയാ പൊസിഷൻ? 10 മീറ്റർ. 4 സെക്കൻഡിൽ എത്രയാ പൊസിഷൻ? ദാറ്റ് ഈസ് 20. 6 സെക്കൻഡിൽ എത്രയാ പൊസിഷൻ? ദാറ്റ് ഈസ് 30. ഓക്കെ, ഇനി പോയിന്റുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? കണക്ട് ചെയ്താൽ മതി. സോ യു വിൽ ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. സോ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. സോ ദിസ് ഈസ് ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ്. ഓക്കെ, അടുത്തത് നിങ്ങളോട് ചോദിച്ചത് സ്റ്റുഡൻറ് ഇൻ ദ സ്കൂൾ ബസ് നോട്ടീസസ് ദ സ്പീഡോമീറ്റർ of the bus. What type of speed shown by speedometer? അപ്പോൾ നമുക്കറിയാം സ്പീഡോമീറ്റർ ഷോസ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ് സ്പീഡോമീറ്റർ കാണിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഡിഫറെൻറ്റ് കേസുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് 1 ഡയമെൻഷൻ 2 ഡയമെൻഷൻ 3 ഡയമെൻഷൻ മോഷൻ എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം. ഓക്കെ, ഒന്നാമത്തേതിൽ പറഞ്ഞിരിക്കുന്നത് എ ബട്ടർഫ്ലൈ ഫ്ലൈയിങ് അറൗണ്ട് എ ഫ്ലവർ. നമുക്കറിയാം ബട്ടർഫ്ലൈ ഫ്ലവറിന് ചുറ്റും കറങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയാം അല്ലേ. സോ ഇറ്റ് ഈസ് മൂവിങ് ഇൻ സ്പേസ്. അതുകൊണ്ട് ഇതെന്താണ്? 3 ഡയമെൻഷണൽ മോഷനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ബസ് ഈസ് മൂവിങ് അലോങ് എ ലോങ് ആൻഡ് സ്ട്രെയിറ്റ് റോഡ്. അപ്പോൾ സ്ട്രെയിറ്റ് റോഡ് എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് പറയാം അതെന്താണ്? 1 ഡയമെൻഷണൽ മോഷനാണ്. ബിക്കോസ് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ഈസ് 1 ഡയമെൻഷണൽ മോഷൻ. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യണം. ഓക്കെ, ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാൻ ഞാനിവിടെ ആക്സലറേഷൻ ഇക്വേഷൻ എടുക്കുന്നു. വി നോ ദാറ്റ് ആക്സലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, ദാറ്റ് ഈസ് v മൈനസ് യു ഡിവൈഡ് ബൈ ടി. ഇതിനെ നിങ്ങളൊന്ന് റീഅറേഞ്ച് ചെയ്യുക. റീഅറേഞ്ച് ചെയ്താൽ v ഈസ് ഈക്വൽ ടു u പ്ലസ് at എന്ന് കിട്ടും. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഒന്നാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. രണ്ടാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ഞാൻ എടുക്കുന്ന ഇക്വേഷൻ s ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ആവറേജ് വെലോസിറ്റി ഇൻ ദ കേസ് ഓഫ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ is v plus u divided by 2 into t എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ വിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക? ഇക്വേഷൻ 1 കൊടുത്താൽ s is equal to u plus at plus at all divided by 2 into t എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. സോൾവ് ചെയ്താൽ കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? ut plus half at square. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. മൂന്നാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ഞാൻ എടുക്കുന്നത് ഏത് തന്നെയാണ്? എസ് ഈസ് ഈക്വൽ ടു വി ആവറേജ് ഇൻറ്റു ടി തന്നെ. ദാറ്റ് ഈസ് വി പ്ലസ് യു ഡിവൈഡ് ബൈ 2 ഇൻറ്റു ടി. ഓക്കെ, ഇവിടെ ഞാൻ
ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത് അറിയോ? ഇവിടെ ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ എടുത്തു, v ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇതിൽ നിന്ന് ഞാൻ ടൈമിനൊരു ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. ടൈമിൻ്റെ ഇക്വേഷൻ എന്താ കിട്ടുക? v മൈനസ് യു ഡിവൈഡ് ബൈ എ ആണ്. അത് നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? s ഈസ് ഈക്വൽ ടു ദറ്റ് ഈസ് v പ്ലസ് യു ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടിയുടെ സ്ഥാനത്ത് v മൈനസ് യു ഡിവൈഡ് ബൈ എ എന്ന് കൊടുക്കാം. ശരിയല്ലേ? അവിടെ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ദറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു എ. ഇതിനെ മാറ്റി എഴുതിയാൽ നമുക്ക് ആൻസർ കിട്ടി. ആൻസർ എന്താണ്? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതാണ് തേർഡ് ഇക്വേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ ഡെറിവേഷൻ. നല്ലപോലെ പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 2 ഫിഗർ തന്നിട്ടുണ്ട്. ഓക്കെ, ആ 2 ഫിഗറും അനലൈസ് ചെയ്തിട്ട് ഏതാണ് 1 ഡയമെൻഷൻ മോഷൻ പോസിബിൾ അല്ലാത്തതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അത് നമ്മുടെ ഫിഗർ എ നോക്കുക. ഫിഗർ എയിൽ ഞാൻ ടൈം ആക്സിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ടൈം ആക്സിൽ നിന്ന് ഈ ഗ്രാഫിലേക്ക് ഞാൻ ഒരു വെർട്ടിക്കൽ ലൈൻ വരക്കുന്നു. ആ വെർട്ടിക്കൽ ലൈൻ ഈ ഗ്രാഫിൽ 2 പോയിന്റുകൾ ടച്ച് ചെയ്ത് കാണാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ വസ്തുവിനെ 2 പൊസിഷൻസ് ഒരേ സമയത്ത് കാണിക്കുന്നു, അല്ലേ? നമുക്കറിയാം ഒരിക്കലും ഒരു വസ്തുവിനെ ഒരേ ടൈം 2 പൊസിഷൻ സാധ്യമല്ല. അതുകൊണ്ട് ഫിഗർ എ പോസിബിൾ അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, ഇനി ഫിഗർ ബി ഒന്ന് അനലൈസ് ചെയ്യാം. രണ്ടാമത്തെ ഫിഗറും അനലൈസ് ചെയ്യുന്ന ഇതേ മെത്തേഡ് തന്നെ. ടൈം ആക്സിൽ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരക്കുന്നു. നിങ്ങൾക്ക് കാണാം അത് 2 പോയിന്റുകളിൽ ടച്ച് ചെയ്യുന്നത് കാണാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടെയും 2 പൊസിഷൻസ് ആണ് ഒരേ സമയം കാണിക്കുന്നത്. ഒരു വസ്തുവിന് ഒരു സമയം 2 പൊസിഷൻ പോസിബിൾ അല്ല. സോ ഫിഗർ ബി ഈസ് ഓൾസോ നോട്ട് പോസിബിൾ. മനസ്സിലായോ? ഈ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.